ഇപ്പൊ എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? ഇവൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂത്രശാലിയും അപകടകാരിയുമാണ് മോളെ. ബുദ്ധി കൊണ്ട് വേണം ഇവനെ കൈകാര്യം ചെയ്യാൻ. അമ്മ ബുദ്ധിയും സാരോപദേശമായിട്ട് ഇവിടെ കുത്തിയിരുന്നോ? എന്റെ ജീവിതം പൊട്ടി തകർന്നു പോയിട്ട് അമ്മയ്ക്ക് ഒരു ചൂടും ഇല്ലല്ലേ? എടി ഞാൻ പറയുന്നു. വേണ്ട, ഇനി അമ്മ ഒരു കുന്തം ചെയ്യണ്ട. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. അയ്യോ, സാർ, എടോ, ഭാമ ഇനിയും കണ്ടില്ലല്ലോ. എങ്ങോട്ടാ സാർ സത്യമ്മ പോയിരിക്കുന്നത്? ഹ, എടോ എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലടോ. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. കുട്ടികളെയും കണ്ടില്ലല്ലോ സാറേ. എന്നോട് ചോദ്യം ചോദിക്കാനോടോ തന്നെ ഇവിടെ നിർത്തേക്കുന്നത്? ഭാമയാണല്ലോ. ആ, വിഷ്ണുമോനും ഉണ്ടല്ലോ. ഇവർ രണ്ടു കൂട്ടരും എങ്ങനെ ഒരുമിച്ച് വന്നു സാറേ? വാ മോളെ, വാ. അല്ല, എന്താ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്? അതെന്താ രാഘവേട്ട, ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് വന്നൂടെ? അല്ല, മൂന്നുപേരും മൂന്നിടത്തേക്കാണല്ലോ പോയത്, അതുകൊണ്ട് വെച്ചതാ. എന്നാര് പറഞ്ഞു? എങ്ങോട്ട് പോയാലും ഒരിടത്ത് വെച്ച് കൂട്ടിമുട്ടുമല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ വേണമെന്നായിരുന്നു നിയോഗം. ഭാമേ, എന്താണെന്ന് വെച്ചാൽ നീ എനിക്കൂടെ മനസ്സാന്തരയിൽ തെളിച്ചു പറ. ഞെട്ടിക്കളയല്ലേ? ദേ, രാഘവേട്ട വീണ്ടും ഒരു മുത്തശ്ശനാവും പോകുന്നു. നമ്മുടെ ഈ തങ്കക്കുടം പണി പറ്റിച്ചു. ആ പിന്നെ പിള്ളേ, മധുരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, പോയി വാങ്ങിച്ചോണ്ട് വാ. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് സത്യാമ്മേ. അത് പോരാ, പരിചയക്കാർക്കെല്ലാം വിതരണം ചെയ്യണം. ആ, കുറച്ചധികം വാങ്ങിക്കണം. ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയിക്കോട്ടോ. ശരി സത്യാമ്മേ. പോടുവാടോ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ സത്യമേ. ശാലിനി, എങ്ങോട്ടാ നീ അങ്ങോട്ട്? ദേ, ജോലി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ശരിയാക്കും ഞാൻ. പ്രസവം കഴിയുന്നതുവരെ നിന്നെ കിച്ചണിൽ കണ്ടുപോയേക്കരുത്. ഇനി നീ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. നിനക്ക് വേണ്ടതെല്ലാം റൂമിലെത്തും. ഡാ വിഷ്ണു, നീ ശ്രദ്ധിക്കണം കേട്ടോ. കൊറേ പേരെ വിവരം അറിയിക്കാനുണ്ട്. സന്തോഷം കൊണ്ട് എല്ലാം ഞാനങ്ങ് മറന്നുപോയി. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ.
സമയത്ത് ഇത് അച്ഛാ, സംസാരിക്കാനുണ്ട്. ഹലോ. ആ മോളെ പ്രീതി. എന്താമ്മേ? മോളെ ഒരു വിശേഷമുണ്ട്. എന്താമ്മേ? നമ്മുടെ ശാലിനി മോള് പ്രഗ്നന്റാ. ശാലിനി പ്രഗ്നന്റ് ആണെന്നോ? ആ അതെ, ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ച് കൺഫേം ചെയ്തു. ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. മോളെ നീ അർജുനെ കൂട്ടി പെട്ടെന്ന് ഇങ്ങ് പോരെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തൊട്ടിലിനൊക്കെ ഇപ്പോഴേ ഓർഡർ കൊടുത്താലേ സമയത്ത് നമുക്ക് പണിത് കിട്ടൂ. ദേ മരത്തൊട്ടില് തന്നെ വേണം. ഇതുവരെ ആരും കാണാത്ത കൊത്തുപണിയുള്ളത്. സത്യഭാമയുടെ കൊച്ചുമകന്. ഒരു സഹായത്തിന് നീയും കൂടെ ഉണ്ടെങ്കിലേ ഈ അമ്മയുടെ കൈയും കാലും ഓടൂ. എടി പെട്ടെന്ന് വരണേ. വരാമേ. അർജുനേട്ടൻ കോടതി പോയിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് നാളെ രാവിലെ വന്നാ മതിയോ? ശരി, നാളെ എങ്കിൽ നാളെ പെട്ടെന്ന് ഇങ്ങ് വരണേ. ഞാൻ കട്ട് ചെയ്യോ, ഒത്തിരി പേര് വിളിക്കാനുണ്ട്. ഹലോ ഹലോ ഹലോ. അമ്മ വിളിച്ചിട്ട് എന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ. എല്ലാം എന്റെ ഭാഗത്ത് തെറ്റാച്ചാ. പൊറുക്കണേ കുഞ്ഞേച്ചി എന്നോട്. അല്പം വൈകിയാണെങ്കിലും നീ രോഹിത്ത് ഒന്നായല്ലോ. അതിനപ്പുറം എനിക്കെന്തടി വേണ്ടത്? പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വില നിങ്ങൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് ആകാശത്തിലും ഭൂമിയിലൊന്നും അല്ല ഇപ്പൊ ഭാമ. ഹലോ. ഹലോ മാലതി, ഞാനാടി സത്യഭാമ. പറയൂ ഭാമേ. നിന്നെ ഒരു വിവരം അറിയിക്കാനാ വിളിച്ചത്. സിവിൽ സർവീസ് ഉദ്യോഗം ഒന്നും പറഞ്ഞ് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നടക്കല്ല സത്യഭാമയുടെ മരുമകള്. മനസ്സിലായില്ല ഭാമേ. നീ നിന്റെ സുഭദ്ര കുഞ്ഞമ്മയും കൂടെ പരിഹസിച്ചതല്ലേ സത്യഭാമയുടെ മരുമക്കൾക്ക് കുടുംബകാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലെന്ന്. ഒരു ചായ ഉണ്ടാക്കാൻ പോലും പഠിക്കാത്തവരാണെന്ന്. എന്നാൽ കേട്ടോ, എന്റെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനി ഗർഭിണിയാണ്. സന്തോഷം ഭാമേ. വിവരം അറിയിച്ചെന്നേ ഉള്ളൂ. നിന്റെ ആ സുഭദ്ര കുഞ്ഞമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. എന്നാ വെച്ചേക്കുവാ. ഓക്കേ. തനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നതിനേക്കാൾ നാട്ടുകാർക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു ആവശ്യത്തിലാ ഭാമ. ഹലോ. അതെ, എന്റെ മൂത്ത മരുമകളെ, അവള് ഗർഭിണിയാ. നീ ആ ഓമനയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ആളുടെ വാശിയുടെയും പകയുടെയൊക്കെ ആഴം അറിയാലോ അല്ലേ? സത്യമാ, സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോ എന്താവൊന്നും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാനില്ലേ തന്റെ കൂടെ, പിന്നെന്താ? സത്യാമ്മയുടെ ഈ ആവേശം ഉത്സാഹമൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്ന വിഷ്ണുവേട്ടാ. ഷിജിന, എന്റെ മരുമകള് ശാലിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോന്നു. അതേന്നേ. അതെ, ഇത്രയായ സ്ഥിതിക്ക് തൽക്കാലം ഭാമയൊന്നും അറിയണ്ട മക്കളെ.
ഇപ്പം നിങ്ങൾ പറഞ്ഞ കള്ളാണെന്നറിഞ്ഞ ഭാമ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നാണക്കേട് കൊണ്ടും അവള് തന്നെ അച്ഛൻ എടാ അതാ പറഞ്ഞത്. തൽക്കാലം ഭാമ അറിയണ്ട. അതെ, നമുക്ക് സാവകാശം ആലോചിച്ച് ഒരു പോംവഴി കണ്ടെത്താം. എന്റെ ശീതളമോർമകളിൽ പുകപടലം ഏകാന്തമാം രാത്രികൾ. പോലീസാ? കുഴപ്പമാവോ? ഓ, അപ്പൊ ഓർമ്മയുണ്ട്. ചന്ദ്രബോസ് ചത്തട്ടിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി വന്ന. ചിറ്റപ്പ, മോളെ, ചിറ്റപ്പ, സർവ്വതും നഷ്ടപ്പെട്ടു ചിറ്റപ്പ. കാലമാടൻ എന്റെ ജീവിതം നശിപ്പിച്ചു. എന്താടി ഇത്? വെറുതെ പട്ടി പോലെ മോങ്ങുന്നേ. എന്റെ ജീവിതം നായ നക്കി ചിറ്റപ്പ. എന്താ ചേച്ചി കാണുന്നേ? ബോസേ, അത് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. അത് ഇത്ര വഷളായിട്ട് വേണോ ഞാൻ അറിയാൻ? പുറത്തറിഞ്ഞ മാനക്കേടാ ബോസേ. അതുകൊണ്ടാ ഞാൻ. ഓ, അപ്പൊ പുറത്തുള്ള ഒരാളായിട്ടാ ചേച്ചി എന്നെ കാണുന്നേ. ചേച്ചി, എന്റെ രായേട്ടന്റെ അമ്മ രണ്ടാണെങ്കിലും അപ്പൻ ഒന്ന് തന്നെ ചേച്ചി. രായേട്ടന്റെ ഞരവിലൂടെ ഓടുന്ന അതേ ചോര തന്നെ എന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. രായേട്ടന്റെ കുടുംബത്തെ വേറൊരു കുടുംബമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി. ചേച്ചി ഇവിടെ ഇല്ലായിരുന്നപ്പോ നിയമം വിട്ട് ഞാൻ എന്തുമാത്രം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ദേ ഇവളോട് ചോദിക്ക്, മനസ്സിലാവും. ഒടുവിൽ ഈ കാര്യം എന്നോട് വിളിച്ചു പറയാനും ദേ ഇവള് തന്നെ വേണ്ടി വന്നു. ബോസ് ക്ഷമിക്കണം, പറ്റിപ്പോയി. നിങ്ങൾക്ക് ഈ കുടുംബത്തിന് പോലീസ് ഓഫീസർ ഉള്ളതിന്റെ വില അറിയാത്തതാ പ്രശ്നം. ഈ ഊച്ചാളിയൊക്കെ ഡീൽ ചെയ്യാൻ ഒരു കോൺസ്റ്റബിളിന്റെ പോലും ആവശ്യമില്ല. ഞാനേ CI. അതിന്റെ പവർന്ന് വേറെയാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ചിറ്റപ്പ. മോള് പറ, അവനെ എന്താ ചെയ്യണ്ടേ? നിങ്ങള് പോലീസുകാർക്ക് പല ഐറ്റംസ് ഉണ്ടല്ലോ. അതില് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി ചിറ്റപ്പ. വെറൈറ്റി എന്നൊക്കെ പറയുമ്പോ ഈ നഖത്തിന്റെ ഇടയിൽ കൂടി മുട്ടുസൂചി കയറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അതും അല്ലെങ്കിൽ ഈർക്കിലുണ്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അല്ലെങ്കിൽ ഉരുട്ടാലോ. അതൊന്നും പോരാ ചിറ്റപ്പ. ഇവന് കുറച്ചുകൂടെ കൂടിയ ഡിഗ്രി വേണം. മോള് പറയടി, ഈ ചിറ്റപ്പൻ റെഡിയാ. ഇനി അവനെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട് നരയിപ്പിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദിവസം 3 നേരം ഗുളിക കൊടുക്കുന്ന പോലെ അവനുള്ള ഡോസ് കൊടുത്തോണ്ടിരിക്കാം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവൻ ചോര തുപ്പിച്ചാവും. ചത്തു കഴിഞ്ഞ് അവനങ്ങ് രക്ഷപ്പെട്ടു പോവില്ലേ? അതൊരു കുറഞ്ഞ ശിക്ഷയായി പോവും. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. നീ പറയടി. അവനെ ആൾപ്പാർപ്പില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി 2 കൈയുടെയും കാലിന്റെയും വിരലുകൾ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു തകർക്കണം. മുട്ടുകാല് 2ഉം തല്ലി ഒടിക്കണം. വാരിയെല്ലുകൾ അടിച്ചു തകർത്ത് ഇഞ്ച പരുവാക്കണം.
ഇപ്പൊ എന്റെ റൂമിൽ കയറി ചക്രവർത്തിയെ പോലെ മലർന്നു കിടക്കുന്നവൻ ജീവിതത്തിൽ ഇനി നിവർന്ന് നിൽക്കരുത്. പുഴുവരിച്ച് പട്ടിയെ പോലെ ചാവണം. എങ്ങനെയുണ്ട്? എടി മോളെ, സത്യത്തിൽ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ മോളെ. നീ പോലീസിലോ ആർമിയിലോ മറ്റേ ചേർന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായനെ. താങ്ക്സ് ചിറ്റപ്പ. എന്നാ ഇനി അവന്റെ മുഖതാവലൊന്ന് കണ്ടേക്കാം. ബോസേ, അതെ, ഇവിടെ വെച്ച് തല്ലും ബഹളമൊന്നും വേണ്ട. ആ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മതി. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല ചേച്ചി. ഇവിടെ കയറി അവൻ കാണിച്ച വൃത്തികേടിന് ഇപ്പോഴും എന്റെ ചോര വിളച്ചോണ്ടിരിക്കുക. മുന്നിൽ കാണുമ്പോഴേ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കും. എന്നിട്ട് ചോദ്യം പറഞ്ഞിലേക്കേ ഉള്ളൂ. അമ്മ അങ്ങനെയൊക്കെ പറയും. അവൻ പട്ടിയെ പോലെ കിടന്ന് തല്ലുള്ളെന്ന് എനിക്ക് കാണണം. നിലത്ത് കിടന്ന് അവൻ എഴയണം ചിറ്റപ്പ. എന്റെ കാല് പിടിച്ച് സമസ്താപരാധം പറയിച്ചിട്ടേ ചിറ്റപ്പൻ അവൻ ഇവിടുന്ന് കൊണ്ടുപോവാം. അതൊക്കെ ഈ ചിറ്റപ്പൻ ഏറ്റുമോളെ. ചിറ്റപ്പൻ വന്നേ. ഭഗവാനെ, ഇവിടെ ഇട്ട് തല്ലി കൊല്ലാതിരുന്നാ മതിയായിരുന്നു. അതെ അതെ, ഞാനും ചന്ദ്രബോസും ഒക്കെ നല്ല ഫ്രണ്ട്സ് അല്ലേ. പിന്നെ നേരിട്ട് പരിചയപ്പെടാനായിട്ട് ഇതുവരെ ഒരു സാഹചര്യം കിട്ടിയില്ലെന്നേ ഉള്ളൂ. മോളുണ്ട്. വാ ചിറ്റപ്പ. തുറക്കുന്നില്ലല്ലോ. പഠിച്ച കളഞ്ഞ. ഞാൻ പറഞ്ഞിരുന്നു. ഒരു സെക്കൻഡേ. അല്ലല്ല, അതെ അതെ, ഞാൻ പറഞ്ഞു. ബോസേ, എന്താ ചേച്ചി? കണ്ടിട്ട് അധികം ഒച്ചയും ബഹളമൊന്നും വേണ്ട. അതെനിക്ക് വിട്ടേക്ക് ചേച്ചി. പോലീസ് തന്നെയാണ് തല്ലാൻ പഠിപ്പിക്കുന്നത്. അല്ലല്ല, ശബ്ദമൊന്നും വെളി കേൾക്കില്ല. ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടല്ലോ. ഇവനെയൊന്നും മെരിക്കട്ടെ, വാതിൽ ഉറക്കും. ആ പറഞ്ഞ പോലെ തന്നെ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മിനിമം ഒരു 1-2 ദിവസങ്ങളിലെങ്കിലും ഞങ്ങൾ നേരിട്ട് കാണും. ഞങ്ങൾക്ക് അങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ലെന്ന്. ചിറ്റപ്പ, അകത്തേട്ട തല്ലി എനിക്ക് കാണാൻ പറ്റത്തില്ല. എടി, ഇവനെ ഒരു ഫുട്ബോൾ പരുവത്തിലാക്കി ഞാൻ നിന്റെ കാൽക്കിലേക്ക് ഇട്ടുതരും. നീ ഇവിടെ ഇട്ട് ഇവനെ ആവശ്യത്തിന് തട്ടിക്കളിച്ചതിന് ശേഷമേ ഇവനെ ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അത് മതി. ആ, അതെ അതെ അതെ, കാര്യം പറഞ്ഞു. സാറ് ഭയങ്കര ബിസിയാന്ന് തോന്നുന്നു. കുറച്ച് വെക്കടാ ഫോൺ. വെച്ചു സാർ. നീ ആരാന്ന് വിചാരിച്ചടാ? ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് ഷോ കാണിക്കുന്നതാ. നാത്തിന്റെ മോനെ. എന്റെ പൊന്നു ബോസാവൻ, ഞാൻ ബോസാറിന്റെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടില്ല. കളിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താ പറഞ്ഞ? സാറിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ്. ആ തന്നെ
ഈ കോൾ സാറിനുള്ളതാണ്. എടാ, ഒരു പോലീസുകാരൻ കയറി വരുമ്പോ സുപ്പീരിയർ ഓഫീസറെ കൊണ്ട് വിളിപ്പിച്ച് കേസ് ഒത്തീർപ്പാക്കുന്ന ഈ പതിവ് പരിപാടി ഉണ്ടല്ലോ. സംസ്ഥാന പോലീസ് മേധാവിനെ നേരിട്ട് എന്ന് പറഞ്ഞാലും ചന്ദ്രബോസ് ഈ കേസ് കോംപ്രമൈസ് ആക്കില്ല. തീ കൊണ്ട് കളിച്ച എങ്ങനെയിരിക്കുമെന്ന് നീ അറിയണം. സാറേ, ഇത് സാറിന്റെ സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോടി. ചിലപ്പോഴേ ബെഡ്ഷീറ്റ് ചുരുട്ടി വായിൽ തിരികെ കുനിച്ചു നിർത്തി ഇടിക്കായിരിക്കും അമ്മേ. പോലീസുകാരുടെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, ശബ്ദം വെളി കേക്കില്ല. എന്ത് കാണിച്ചാലും വേണ്ടില്ല, ഇവിടെ കൊന്നിടാതിരുന്നാ മതിയായിരുന്നു. അതെന്താ അമ്മയ്ക്ക് അവനോട് ഇപ്പൊ പെട്ടെന്നൊരു ദയയും സഹാനുഭൂതിയൊക്കെ? ദയേ സഹാനുഭൂതി ഒന്നും അല്ലടി. ശവം പിന്നെ എന്ത് ചെയ്യും? ഓ അങ്ങനെ. ആ ഏ?